ഒരു സമയം എന്ന് പറയുന്നത് ഏതൊരു സ്ത്രീനെ സംബന്ധിച്ചിട്ടും എന്താ പറയാ, ശരീരം മൊത്തം വേദനിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ കരയുമ്പോൾ ഇതിന്റെ പ്രശ്നം, ഇതിന്റെ അനുഭവം ആർക്കാ ഉണ്ടാവുക എന്നറിയോ? ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനാണ്. ആ സ്ത്രീ എങ്ങനെ കരഞ്ഞോ, എങ്ങനെ ദുഃഖിച്ചോ, അപ്പൊ ആ ഒരു പ്രശ്നം കാണല് ആ കുഞ്ഞിക്കാണ്. ഇതൊക്കെ റീലാക്കിയിട്ടും ഇതൊക്കെ ഒരു കോമാളി ആക്കിയിട്ടൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, സ്വന്തം ഭാര്യനെയാണ് ഈ കാണിക്കുന്നതും കൂടി നല്ലത് മനസ്സിലാക്കുക. നിങ്ങൾ ചിലപ്പോൾ ഉയർച്ചയിലോ വലിയ സംഭവങ്ങളൊക്കെ ആവാം, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അവനാൻ്റെ ഭാര്യനെയാണ് ഈ കുറഞ്ഞ് കാണിക്കുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും കൂടെ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ഒരു സ്നേഹമുള്ളൊരു ഭർത്താവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല. അതാണ് നമുക്കൊക്കെ മനസ്സിലായത്. എന്തായാലും ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. ആ ഒരു സ്ത്രീ അങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ അത് ഉള്ളൂരിക്കിട്ടാണ് കരയുന്നത്. ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടോക്കി, എന്നിട്ട് നിങ്ങൾ പറയും എന്താ അവസ്ഥ എന്നുള്ളത്. ഇതിൻ്റെ വോയിസൊക്കെ നിങ്ങൾ കേട്ടോക്കി. ഇതൊക്കെ റീലാക്കി ഇടുമ്പോഴേ മറ്റുള്ളവർ കാണുമ്പോ നിങ്ങളെ പുച്ഛിക്കേ ചെയ്യുള്ളൂ. ഒന്ന് ആലോചിച്ചോക്കെ നിങ്ങൾ എന്താ അവസ്ഥ, എത്രമാത്രം വിഷമം ഉണ്ടാവും. ഡാഡി ചീത്ത പറഞ്ഞതിന് വേണ്ട പൊന്നു ഡാഡ വാങ്ങിത്തരാം. എന്താ വേണ്ട കുഞ്ഞുട്ടിക്ക് മുതിരെ? ഗർഭിണിയായിരിക്കുമ്പോ കരയാൻ കുട്ടി. മുതിര പപ്പടല്ലേ വേണ്ടല്ലോ. എല്ലാം ഒരു തമാശ ഗൈസ്. ഇത് വേറൊന്നുമില്ല ഗൈസ്, മുതിരയും പപ്പടം വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ ചൂടായി. അവനാന്റെ ഭാര്യനല്ലേ മറ്റുള്ളവരുടെ വേറെ എന്തെങ്കിലും തമാശക്കാണ് കുഴപ്പമില്ല. ഈ ഒരു സാഹചര്യത്തിലൊക്കെ എങ്ങനെയൊക്കെ കാണിക്കാൻ പറയാ പറ ഗൈസ്. പക്ഷെ രാവിലെ എന്നോട് പപ്പടം വാങ്ങാൻ ചിലപ്പോ നിങ്ങൾ വലിയ അറിവുള്ള ആൾക്കാരാവാം, പറയട്ടോ. അതൊന്നും ശരിയല്ല. നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമന്റ് ഇട്ടോളൂ. മുതിര മാത്രം എല്ലാ രസമാണ്, പക്ഷെ ഇങ്ങനത്തെ നമ്മള് അങ്ങോട്ട് ഉൾക്കൊള്ളൂല. നമ്മളെല്ലാത്തിനും റിയാക്ട് ചെയ്യല്ല, എടുത്ത് കാണിക്കാണ്. ഇതൊന്നും ചിലപ്പോ മറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു സാഹചര്യങ്ങളൊന്നും. അതുകൊണ്ട് എടുത്തിട്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ചെയ്യുമ്പോ നമുക്ക് തന്നെ ഒരു നമ്മളെ ഭാര്യക്ക് എത്രപ്പോലെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് പറയാം.